നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ TP. ഞങ്ങളുടെ ഇതുവരെയുള്ള എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ധരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇന്ന് ഒരു പുതിയൊരു പാർലമെന്റ് മന്ദിരത്തിൽ ഒരു പുതിയ ലോക്സഭ സെഷൻ ആരംഭിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ദില്ലിയുടെ ഒരു സുപ്രഭാതത്തിൽ ഇത് തുടങ്ങിയപ്പോൾ ചില ലക്ഷണങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു. അതായത് പാർലമെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പത്രക്കാരോട് ഒരു ചെറിയൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് 3-ാം തവണയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് തരുന്നത്, കോൺസിക്യൂട്ടീവ് മാൻഡേറ്റ്. അപ്പൊ 3 തവണ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ചുമതല അല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളോടുള്ള ബാധ്യത 3 ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങള് ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം കഴിവതും ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് പ്രധാനമന്ത്രി മോദി പത്രക്കാരോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇതിനു മുമ്പ് ആൾക്കാർ പറഞ്ഞ മാതിരി മെജോറിറ്റി ഇല്ലാത്ത ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നല്ല പ്രസരിപ്പും നല്ല തുടുപ്പും നല്ല പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത് രാവിലെ. അതുപോലെ സഭയുടെ അകത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പലരും, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ഒരു കോപ്പി ഇങ്ങനെ കയ്യിലുയർത്തി കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവരെ അദ്ദേഹം നേരിട്ട് നോക്കുന്ന ഒരു ദൃശ്യം നമ്മൾ, അതായത് ആ നോട്ടത്തില് പലതും പറഞ്ഞു വെച്ചു, പറയാതെ പറഞ്ഞു വെച്ചു. അതായത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മക്കളെ, നിങ്ങളെയൊക്കെ നേരിടാൻ സജ്ജമായിട്ട് തന്നെയാണ് ഞാനും എൻ്റെ പാർട്ടിയും എൻ്റെ മന്ത്രിമാരും ഇവിടെ ഉള്ളത്. നിങ്ങൾ എറിയുന്ന ഏത് ബൗൺസറും സുഖമായിട്ട് ഹുക്ക് ചെയ്യാനുള്ള തരത്തിലുള്ള പരിശീലനമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രതിജ്ഞ എടുക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ നോട്ടത്തിന് വളരെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്നിപ്പോ ഈ ഭരണഘടനയുടെ ഈ കോപ്പി എടുത്തിട്ട് ഇങ്ങനെ വലിയ ഒരു ബൈബിള് പിടിക്കുന്ന പോലെ പിടിക്കുന്ന MP-മാര്, പ്രതിപക്ഷ MP-മാർ, അവരുടെ ഒരു പടം ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവര് ഇത്ര വലിയൊരു സമര മുറയൊക്കെ അങ്ങനെ ഭയങ്കര സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെ ഒക്കെ പ്രതീതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ പലരും പല കേസുകളിൽ നമ്മൾ ആ മുഖങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവരിൽ പലരും പല കേസുകളിൽ ജാമ്യത്തിന് പുറത്താണ്. അതായത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടാണ് അവർ പുറത്ത് വിഹരിക്കുന്നത് എന്ന് വേണമെങ്കിലും അകത്തു പോകാനുള്ള വകുപ്പുകളുണ്ട്. അതിപ്പോ പ്രധാനമന്ത്രിയുടെ ഈ അടുത്തുണ്ടായ ഇറ്റലി സന്ദർശനത്തില് അദ്ദേഹത്തിന് കിട്ടിയതായി പറയപ്പെടുന്ന ചില ഡോക്യുമെന്റ്സ്, അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് മോദിയുടെ രീതിയല്ല. കിട്ടുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് അതിന്റെ ലീഗൽ വശങ്ങളെല്ലാം മനസ്സിലാക്കി അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പിന്നെ ഡിഫൻസ് മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത് ഷായും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആരൊക്കെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെയൊക്കെ സ്ക്രൂട്ടിനിക്ക് ശേഷം ആ ഫയലിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം ഉരിയാടും. എന്റെ പ്രതീക്ഷ ഈ സമ്മേളനത്തിന്റെ ഇടയിൽ തന്നെ ആ ഇറ്റാലിയൻ ബോംബ് പൊട്ടുന്ന, അത് എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊന്ന് മാറും. പിന്നെ വേറെ ചില സൂചനകൾ നമ്മൾ കണ്ടത്, ഈ പാർലമെന്റ് സെഷന് തയ്യാറെടുക്കുന്ന BJP തന്നെ അവർ ഓൾറെഡി ഈ കോൺഗ്രസ് വളരെ അവര് വിജയിക്കും അല്ലെങ്കിൽ അവർക്ക് ഭരണം തിരികെ കിട്ടും എന്ന് പറയുന്ന ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും BJP വളരെ പ്രോആക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. മഹാരാഷ്ട്രയിൽ 2 ഒബ്സർവർമാരെ വെച്ച് കഴിഞ്ഞു. അതിലൊന്ന് അശ്വിനി വൈഷ്ണവാണ്, റെയിൽവേ മന്ത്രി.
പിന്നെ അതുപോലെ തന്നെ ഹരിയാനയിൽ 2 പ്രഗത്ഭരായ BJP നേതാക്കളെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരായിരിക്കും പാർട്ടിയുടെ ഇലക്ഷൻ മിഷണറിയുടെ കൺട്രോൾ. വേറൊരു സംഗതി ഞാൻ ഇന്ന് ശ്രദ്ധിച്ചത്, ഈ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവർ പഴയ രീതിയിലേക്ക്, BJPയുടെ പഴയ രീതിയിലേക്ക് പോവുകയാണ്. അതായത് കേന്ദ്ര നേതൃത്വം ഒരു പ്ലാൻ ഇങ്ങോട്ട് അവിടുന്ന് അയച്ചിട്ട് അതിനനുസരിച്ച് സ്റ്റേറ്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതിന് പകരം സ്റ്റേറ്റ് യൂണിറ്റ് വളരെ ബൃഹത്തായ ഒരു ഇലക്ഷൻ പ്ലാൻ സജ്ജമാക്കിയിട്ട് അതിൽ ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ന കാൻഡിഡേറ്റ്, അയാളുടെ പ്ലസ് നെഗറ്റീവ്, എന്തുകൊണ്ട് ഈ സീറ്റ് നമ്മൾ എടുക്കണം, അണികൾക്ക് ഏതൊക്കെ സീറ്റ് വിട്ടുകൊടുക്കാം, ഏതൊക്കെ വിട്ടുകൊടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുണ്ട് മഹാരാഷ്ട്രയും ഹരിയാനയും പിടിക്കാമെന്നുള്ളത് ഇനി വരുന്ന ഇലക്ഷനിൽ. ജാർഖണ്ഡിലും അവർക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ BJPയുടെ തയ്യാറെടുപ്പും ഈ ഇലക്ഷന് പോകുന്ന സ്റ്റേറ്റിലേക്ക് അവർ നിയോഗിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ കിടപ്പും നോക്കുകയാണെങ്കിൽ മോദി, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ബാക്ക് ഫുട്ടിലല്ല, ഫ്രണ്ട് ഫുട്ടിൽ തന്നെയാണ് കളിക്കുന്നത്. അതിന്റെ വളരെ ക്ലിയർ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഈ പാർലമെന്റ് ഇതെല്ലാം ഈ ഫോർമാലിറ്റി, അതായത് ഇന്നിപ്പോ നമ്മൾ വേറൊരു കാര്യം കണ്ടു. ശ്രീ സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അപ്പോ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അതില് വേറൊരു കാര്യം കൂടി നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൂടി കാര്യങ്ങൾ നോക്കുന്ന, ഈ മാതൃഭാഷ ഈ തമിഴ്നാട്ടിലെ ആൾക്കാർക്കും വളരെ പ്രിയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ മലയാളത്തില് സത്യപ്രതിജ്ഞ ചൊല്ലിയ ഒരു മന്ത്രിയെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്തെ ആളുകൾ വളരെ ആദരവോടുകൂടിയായിരിക്കും കാണുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ ചില പോസിറ്റീവ് സംഗതികൾ കൊണ്ടാണ് ഇന്നിപ്പോ അവിടെ ലോക്സഭയിൽ ജസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ഇനിയും ഒരു ദിവസമോ 2 ദിവസം ഉണ്ടാവും തോന്നുന്നു, ഈ 543 മെമ്പേഴ്സിനെയും ഇത് സ്വയറിംഗ് ഇൻ ചെയ്ത് ഇതാക്കുമ്പോഴേക്കും. അപ്പൊ ഒരു നല്ല തുടക്കം, വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നു. ലോക്സഭയുടെ ഉള്ളിലും അതുമാതിരി ലോക്സഭയുടെ പുറത്ത് ഇപ്പൊ ഇന്ന് നീറ്റ് പരീക്ഷയുടെ കാര്യങ്ങളെ പറ്റി ചില ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിലും ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം വളരെ ക്ലിയർ ആണ്. ഓപ്പോസിഷൻ ഇതിന്റെ പേരിൽ മറ്റേ പ്രതിപക്ഷം പലവിധ ഇതിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഗവൺമെന്റും ചെയ്യേണ്ടത് മുൻകൂട്ടി ചെയ്തുകൊണ്ട് തന്നെ ആണ്. പ്രതിപക്ഷം ഈ വിഷയമൊക്കെ ഉന്നയിച്ച് ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും പല കാര്യങ്ങളും അവർ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. ഇന്നിപ്പോ നീറ്റ് പരീക്ഷാ കേസിൽ 6 കുറ്റവാളികളെ അല്ലെങ്കിൽ കുറ്റ ആരോപിതരെ പിടിച്ചത് ജാർഖണ്ഡിലെ കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ്, 6 പേർ. പിന്നെ ബീഹാറിലും പ്രതിപക്ഷത്തുള്ള പല പൊളിറ്റീഷ്യൻസിന്റെയും പേര് വരുന്നുണ്ട്. കേസ് വളരെ ഇതായിട്ട് മഹാരാഷ്ട്രയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു, ഗുജറാത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം പ്രതിപക്ഷ കണ്ണികളാണ് എന്ന് പറയപ്പെടുന്നു ഈ ഇതുമായിട്ട് ബന്ധമുള്ള. ഈ റാക്കറ്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഫോക്കസ് ലോക്സഭയെ പറ്റിയാണ്. ലോക്സഭയിൽ ഒരു നല്ല തുടക്കം കുറിക്കുമ്പോൾ BJPയും പ്രധാനമന്ത്രി മോദിയും വളരെ തയ്യാറെടുപ്പോടുകൂടി, വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കാല് മുന്നോട്ട് വെച്ചിരിക്കും. പറയും. അതായത് ഇന്ന് 2024 ജൂൺ 25-ാം തീയതി വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് ഇന്ന് ആ പാർലമെന്റിന്റെ പുതിയ സെഷൻ തുടങ്ങിയത് എന്ന് പറയാം. കാരണം 50 വർഷം മുമ്പ് ഈ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ഇന്ന് പിടിച്ച് മുന്നോട്ട് വന്ന ആൾക്കാര് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പൂട്ടി പെട്ടിയിലാക്കി എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് രാജ്യത്ത് ഭയങ്കര അരാജകത്വം ഉണ്ടാക്കിയ അതേ ആൾക്കാരാണ് ഇന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനും പിടിച്ചിട്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രകടനമായിട്ട് വന്നത്. അതന്നെ ഒരു തമാശയാണ്. മോഡിജി അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. 50 വർഷം മുമ്പ് ഈ ദിവസം ഒരു കരിദിനമായിരുന്നു. അത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമാണത്. അത് ഇനി തേച്ചാലും മായ്ച്ചാലും പോകുന്ന സംഗതിയല്ല. അത് അതേ ദിവസം തന്നെയാണ് ഇന്ന് ഒരു പുതിയ ഒരു
ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ബോസ്റ്റോന്. ഇന്ന് 24 ഒന്ന് സോറി ഇന്ന് 24 നാളെയാണ്. അല്ല, പക്ഷെ എന്നാലും മറ്റേ അദ്ദേഹം പറഞ്ഞു അത് ശരി 25ന്റെ ആ ഒരു നിഴലിൽ തന്നെയാണല്ലോ. ആ. പറയൂ. 24 തീയതി രാത്രിയാണെന്ന് തോന്നുന്നു, 12 മണിക്ക് സംഭവിച്ചത്. ഏതായാലും അത് നമുക്കൊക്കെ ചെറിയ പ്രായമാണെങ്കിലും ഓർമ്മയിലെ കഥയാണല്ലോ അതൊക്കെ. പെട്ടെന്ന് അടിയന്തരാവസ്ഥ വരുന്നു, അന്ന് പിന്നെ റബ്ബർ സ്റ്റാമ്പായി മാറുന്നത് നമ്മളെ ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നതും രാജ്യത്തിന്റെ ആകെ അരാജകത്വം, എല്ലാരെയും പിടിച്ച് ജയിലിലിടുക, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ നടക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെ ഉണ്ടായ ഒരു ഇതാണ്. ഏതായാലും ഇന്ന് ആ ആൾക്കാരാണ് ഈ സാധനം പിടിച്ചിരുന്നത്. അതൊരു വലിയ ഒരു തമാശ തന്നെയായിരുന്നു. അത് ആ കോൺസ്റ്റിറ്റ്യൂഷന് പിടിച്ചിരിക്കാൻ ഒരു അർഹതയില്ലാത്ത കുറെ ആൾക്കാർ, ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണ്. അത് വല്ലാത്തൊരു തമാശ തോന്നിയതായാലും. പിന്നെ എല്ലാ MP-മാരൊക്കെ ഒന്ന് സത്യപ്രതിജ്ഞ കുറെ ആൾക്കാർ ചെയ്തു. പുതിയ മന്ത്രിമാരൊക്കെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തമായിരുന്നു. കേരളത്തില് ആദ്യമായിട്ട് ജനാധിപത്യത്തിന്റെ ആ ശരിയായ രീതിയിൽ, അതായത് രാജ്യസഭയിലല്ലാതെ എലക്റ്റഡ് ആയിട്ട് ഒരു MP ഉണ്ടായി. ആ MP-യുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടന്നു. അത് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനം തന്നെയാണ്. കേരളത്തില് ഇതിനെതിരെ നിൽക്കുന്നവർക്കുള്ള സുദിനായിരിക്കില്ല, പക്ഷെ BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ജലദോഷമുണ്ട് പിന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ. അപ്പം ഇന്നൊരു ഭയങ്കര ഒരു മൂവ്മെന്റ് തന്നെ, ഒരു തന്നെയായിരുന്നു അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തതും വളരെ സന്തോഷം തോന്നി, നന്നായിരുന്നു. അതൊക്കെ ഏതായാലും ഒരു പുതിയ 2024 ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ല, 99 സീറ്റുമായി ഇരിക്കുന്നവരാണ് അത് പറയുന്നത്. 240 മോദിജിക്ക് ഭരിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നത്. അതും ഒരു തമാശ തന്നെയാണ്. 2024 ഒരു വലിയ തമാശ തന്നെയാണ്. പിന്നെ മറ്റ് തമിഴ്നാട്ടിൽ ആളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു തോന്നുന്നു അല്ലേ? അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ക്രമമുണ്ട്, അത് പ്രകാരമാണ് ഓരോ MP-മാരും. അതെ, ഇനി ബാക്കിയില്ല കുറച്ച് ആൾക്കാർ നാളെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു തമാശ വേറെ ഒന്നും നടക്കുന്നത്, അത് ഇന്ത്യയിലെ നടക്കും തോന്നുന്നു, വേറെ എവിടെയും നടക്കും തോന്നുന്നില്ല. ഒരു തീവ്രവാദി ജയിച്ച MP ആയിട്ടുണ്ട്. ഉണ്ട്. ഒരു പിന്നെ വിഘടനവാദിയും ജയിച്ച MP ആയിട്ടുണ്ട്. ഒരു വിഘടനവാദി ഒരു തീവ്രവാദി ജയിച്ച് MP ആയത് ഒരു ലോകത്തിൽ ഒരു സ്ഥലം തന്നെ ഉണ്ടാവും തോന്നുന്നു, വേറെ എവിടെയും അത് സംഭവിക്കും തോന്നുന്നില്ല. പക്ഷെ കഷ്ടകാലത്തിന് രണ്ടാക്കും പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല. ജയിൽ അധികൃതരെ പ്രത്യേക അനുമതിയൊക്കെ വേണം അതിന്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ. അത് ചെയ്തു കഴിഞ്ഞ ഉടനടി ജയിലിലേക്ക് തന്നെ മടങ്ങി പോവും വേണം. പിന്നെ ഈ സെഷൻസിലൊന്നും പങ്കെടുക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടാവില്ല. അത് കിട്ടും തോന്നുന്നില്ല, അങ്ങനെയായിരിക്കും എന്നാ തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു സംഗതി കൂടി ഇന്നുണ്ടായി. ഒരു തീവ്രവാദി, ഒരു വിഘടനവാദി, പഞ്ചാബ് ഒന്നും ജമ്മു കാശ്മീറും. അതും ഒരു വലിയ ഒരു വിരോധാഭാസം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെയൊക്കെ വരുന്ന ദിവസം പാർലമെന്റിന്റെ പടിയിൽ അവിടെ തന്നെ പിടിച്ച് പിണ്ടം വെച്ച് ഒഴിവാക്കണം. അല്ലാതെ അതിനൊന്നും മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നില്ലാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ വല്ലാത്തൊരു സീനായി. അതൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് കരയുന്ന ഇവര് ഒക്കെ എന്താ അതിനൊക്കെ ഇവര് മറുപടി പറയാന്നറിയില്ല. ഇവർക്ക് തന്നെയായിരിക്കും അവരെ പിന്തുണ അല്ലേ? തീർച്ചയായും ആപ്പിന്റെ കൈകളുണ്ട് അതില്. പഞ്ചാബ് നിന്നാണല്ലോ ജയിച്ചത്. കശ്മീരിൽ ഒരു പക്ഷേ അവിടെ ഇപ്പോ സെപ്റ്റംബറിൽ ഇലക്ഷൻ നടക്കുന്നതാണ് ഇപ്പൊ സൂചന വരുന്നത്. ഇന്ന് മുതൽ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ പണികൾ ആരംഭിച്ചു. സെപ്റ്റംബറിൽ ഇലക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കശ്മീരിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ മാതിരി ഒരു 57% പോളിംഗ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ അവിടെ വിഘടനമായിട്ട് നിൽക്കുന്ന ആൾക്ക് റിലവൻസ് ഇല്ലാതെ ആവും. എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണല്ലോ, അയാൾക്കൊക്കെ റിലവൻസ് ഇല്ലാതെ ചിലപ്പോൾ സെന്ററും അതിന്റെ കൂട്ടത്തിലെ കേന്ദ്രവും
എന്തെങ്കിലും ചില മറ്റേ എന്താ പറയാ ടോക്സ് ഒക്കെ നടത്തി അത് അതെ. എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉം. സ്റ്റേറ്റ്ഹുഡ് വരെ കൊടുക്കുന്നല്ലോ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞോടെ. ഇന്ന് നമ്മളെ യൂട്യൂബിൽ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് ഒരു സ്ത്രീയൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്. അതായത് അത് ഇന്നത്തെ ദിവസം തന്നെ എന്തിനാ അത് ഇരുന്ന് കാരണം അവരിങ്ങനെ സന്തോഷത്തിന്റെ ഒരു ഇതിലാന്നാ പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ RSSന്റെ കൈകളിലേക്ക് ഇന്ത്യ രാജ്യം പോകാതെ വീണ്ടും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അത് എന്താണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ബാങ്ക് RSSകാരൻ അക്കൗണ്ട് നോക്കിയാൽ എവിടുന്ന പൈസ വന്നിട്ടുള്ളതെന്ന് അറിയാം. അത് അങ്ങനെ അറിയത്തില്ല. കരയാൻ വേണ്ടിയിട്ട്. ഏതോ ഒരു ജ്യോതി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയെ ഇരുന്ന് ഭയങ്കര ഇന്റർവ്യൂ ഭയങ്കര ഇന്റർവ്യൂ ചെയ്തിട്ട് ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞു പറയുകയാണ്. ആ കരയിൽ കാണാൻ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പൊട്ടത്തരമില്ല പറയുന്നത്. വീണ്ടും ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് പുള്ളി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പ്രധാനമന്ത്രി പാർലമെന്റ് അകത്ത് ഇങ്ങനെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ ഗർജനത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത് വളരെ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി ഇന്ത്യയിൽ ഇവരെ കയ്യിലേക്കൊന്നും എത്തിപ്പെട്ടില്ല. അതൊക്കെ എന്താണ് അത് പറയുന്നത് എനിക്ക് അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. എങ്ങനെ ഇത്ര ഉളുപ്പില്ലാതെ പറയാൻ പറ്റുന്നത്? അതിപ്പോ ജോർജ് സൊറോസ് ആണല്ലോ തീരുമാനിക്കുന്നത്. ആരാ കരയേണ്ടത്, ആരാ ചിരിക്കേണ്ടത്, ഏത് ചാനലിലാ പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണല്ലോ. ഒരു ഉളുപ്പില്ലാതെയാ പറയുന്നത് ആ സ്ത്രീ. ഏതൊരു ജ്യോതി എന്തോ ആണ് ആ സ്ത്രീന്റെ പേര്. അത് ഇങ്ങനെ ഓരോ ചാനൽ ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ ഞാൻ കണ്ടുപോയതാ. അപ്പൊ ഇതെന്താ ഈ സ്ത്രീ പറയുന്നത് ഒന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ കരയുന്ന ഒരു രംഗം കണ്ടത്. അങ്ങനെയും ആൾക്കാർ ഇപ്പോഴും എന്താ പറയണ്ട നമ്മുടെ ഇന്നത്തെ പുതിയ പാർലമെന്റിൽ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വന്നിരിക്കുന്ന ആ രംഗം കണ്ടുകൊണ്ട് ഇതന്നെ പറഞ്ഞിട്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ, അത് കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ശരിക്കും കണ്ണീർ വാർക്കേണ്ടതാണ്. അതെ, അടിയന്തരാവസ്ഥയുടെ ഭീകരത അനുഭവിച്ചവർ അല്ലേ, പിന്നെ കേരളം ഉൾപ്പെടെ. കേരളം ഉൾപ്പെടെ കേരളത്തിൽ ഇവര് പിന്നെ ഒരു രാജൻ എന്താ ആയതെന്ന് ഇന്നും അറിയില്ല. ഇന്നും അറിയില്ല എന്താ സംഭവിച്ചത്. പൊടി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയല്ലേ കഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് ആൾക്കാർ ജയിലിൽ കിടന്നിട്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാരും ഈ സ്ത്രീ കൊണ്ടുപോയി അടച്ച അതിനൊന്നും ഇവർക്കൊന്നും ഒന്നും പറയാനില്ല. എന്നിട്ട് എന്നിട്ടാണ് ജനാധിപത്യത്തിനെ ധ്വംസനം ചെയ്യുന്നവർ ബി ജെ പിക്കാരാണ് എല്ലാം തെറ്റുകാര്. RSS ആണ് എല്ലാ തെറ്റുകാര്. ഈ പറയുന്നവരോട് മറുപടി ഇല്ല പറയാൻ, അല്ലേ? ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി മൂന്നാമതും മോഡി മൂന്നാമതും പ്രധാനമന്ത്രിയായി. ഒരു അനക്കല്ലല്ലോ. പണ്ട് 10 വർഷം മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ചെറിയ എന്തോ 1-2 മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നല്ലാതെ ബാക്കി എല്ലാവരും ആ മെയിൻ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാവരും അവർ തന്നെ നിലനിൽക്കുന്നു. കഴിഞ്ഞതിലുണ്ടായ അവരെന്നെ നിലനിൽക്കുന്നു. അവരെ തന്നെ നിലനിർത്തി പ്രധാനമന്ത്രി അതേ തരത്തിലായിട്ട് അതേ സെയിം സാധനം തുടർന്നു പോകുന്നു. അനക്കാൻ ഈ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ന് പാർലമെന്റിന്റെ അകത്തേക്കുള്ള ആ എഴുന്നള്ളപ്പുണ്ടായത്, അല്ലെ? അദ്ദേഹം വരുന്നത് രാജകീയമായിട്ട് തന്നെയാണ് ഇന്ന് വന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകുന്നു, രാജ്യരക്ഷാ മന്ത്രി ആയിക്കൊണ്ട് രാജ്നാഥ് സിംഗ് ആകുന്നു. അങ്ങനെ ഓരോരുത്തരും പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഗാംഭീര്യം അവിടെ ഇതാകുകയാണ്. ഇവര് എല്ലാവരും ഇരുന്ന് കരയുക. എന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് എല്ലാരും ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി പ്രധാനമന്ത്രി ഒരു നോട്ടം നോക്കിയിട്ടുണ്ടാവും തിരിഞ്ഞിട്ട് ഇവരെന്ത് പൊട്ടത്തരം അത് ചെയ്യുന്നതെന്നില്ലത്. നിങ്ങളൊക്കെ കണ്ടോളാം, കാരണം 600 കോടിയുടെ കടലാസായിട്ട് അവിടുന്ന് വന്നിട്ടുണ്ടേ. വെറുതെ അല്ല. കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇറ്റലി വരെ പോയത്. ഇറ്റലി വരെ പോയിട്ട് ഇറ്റലിയിൽ നിന്ന് കിട്ടേണ്ട കടലാസൊക്കെ ആയിട്ട് എന്താണ് അഗസ്റ്റ വെസ്റ്റ്ലൻഡോ എന്താ അതിന്റെ പേര്, വെസ്റ്റ്ലൻഡിന്റെ 3600 കോടിയിൽ 600 കോടി ഇവര് കീശയിലിട്ട് എന്നാ പറയുന്നത്. ഹെലികോപ്റ്റർ പറക്കുന്നുണ്ടോ അത് ഇവിടെ ഇന്ത്യയിൽ?
ഹെലികോപ്റ്റർ അല്ല, അല്ലെങ്കിൽ ഇവര് മറ്റേ എടുക്കുന്ന സാധനം വലിയ മോശമാവാറില്ല. ബൊഫേഴ്സും പൈസ സംഗതി അടിക്കുന്നു, മോശമായിരുന്നില്ല. പക്ഷെ അതിന് പൈസ കൂടുതൽ കൊടുത്തിട്ട് പൈസ കൂടുതൽ. അതിനൊരു വെട്ടിപ്പൊക്കെ ആ അതെ വരുന്നുള്ളൂ. അതെ. മറ്റേ ഏഹ്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും ബൊമ്മ മാതിരി നടക്കുന്ന ആ പ്രധാനമന്ത്രി എവിടെയും ഒപ്പിട്ട് കൊടുക്കരുന്ന അയാൾ. ആ അയാള് എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് കൊടുക്കും. ഈ സ്ത്രീ ഇങ്ങനെ പറയുക, അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുക. എന്താണ് ആ ശരിക്ക് നമ്മൾ വേറെ കാണേണ്ട വലിയൊരു തമാശ. അല്ലേ, തമാശയല്ല, അതിന്റെ ഒരു രസം. പിന്നെ ഈ നമ്മളെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അന്ന് മൊറീഷ്യസ് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ അല്ലെ, മൊറീഷ്യസ് പ്രധാനമന്ത്രി തന്നെയല്ലേ വന്നത്, അല്ലെ പ്രസിഡന്റ്? ആ പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൽ വേറെ ഉണ്ട്, ഈ 600 കോടി കൊണ്ടുപോയി ഇട്ടത് മൊറീഷ്യസിലാ എന്നാ പറയുന്നത്. ഈ കട്ട പൈസ കൊണ്ടുപോയി ഇട്ടത് അവിടെയാ. അപ്പൊ അവിടുന്ന് കുറച്ച് കടലാസ് വരാനുണ്ട്. വെറുതെ അല്ല മോഡി ഉണ്ടാണ്ടിരിക്കുന്നത്. വെറുതെ അല്ല അദ്ദേഹം ഇവിടെ വന്ന് മുന്നിൽ ഇരുന്നതും, ഒന്നും കാണാണ്ടൊന്നല്ല. അപ്പൊ അവിടുന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവര് കൊണ്ടുപോയി ഇട്ട പൈസയുടെ കണക്കുകളൊക്കെ അവിടുന്ന് വരാണ്ട്, അല്ലേ? അത് അവിടുന്ന് പിന്നെ ഇത് വരാനുണ്ട്. ഈ പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് പോകുന്നു. ഇറ്റലിയിൽ നിന്ന് കിട്ടേണ്ട കടലാസുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ കോൺസ്റ്റിറ്റ്യൂഷനും കഥയൊക്കെ ഇപ്പൊ അടുത്ത് തന്നെ വിവരം അറിയുവര്. പിന്നെ ഇത് പിടിച്ചിട്ട് ആ പാർലമെന്റിന്റെ മുന്നിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരു 10-90 ആൾക്കാരാണ് ഇത് നിൽക്കുന്നത്. 99 ആൾക്കാർ, 100 കഴിഞ്ഞിട്ടില്ല. ആ 100 ആൾക്കാരാണ് ഇങ്ങനെ നിന്നുകൊണ്ട് ഇതിങ്ങനെ പിന്നെന്താ അതിന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം എന്തോ ഒരു മുദ്രാവാക്യം, അതൊക്കെ മനസ്സിലായില്ലേക്ക്. ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വല്ലാത്തൊരു കഥയാണ്. ഇത്രയും വലിയൊരു ജയത്തിന്റെ മുന്നില് ചെറിയ സീറ്റൊക്കെ കുറഞ്ഞിട്ടില്ല എന്നും പറയുന്നില്ല. പക്ഷെ NDA ഭരിക്കുന്ന NDA ഭരിച്ചിട്ടുണ്ട്. NDA ഭരിക്കുന്നത് ഇനി 5 കൊല്ലം, 2029 അല്ലേ? 5 കൊല്ലം കൂടി കഴിയുമ്പോൾ 2029 മെയ്യിലായിരിക്കും ഉണ്ടാകുക. ആ ദിവസം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കൊണ്ടാണ് പിന്നെ മോഡിജി ഉണ്ടാവുന്ന കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുപോകേണ്ടത്, എല്ലാവരും എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ വളരെ ഇതായിട്ട് അറിയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇത് ഭരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പാർലമെന്റിൽ നമ്മൾ കണ്ട കഥകൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കഥകൾ, ഇതൊക്കെയാണ്. ഇനി വരും കഥകൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാം. അന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് ജനങ്ങളെ മുന്നിലേക്ക് ഇനിയും പോകാൻ പറ്റൂ. ഒരുപാട് കഥകൾ ഉണ്ടാവും. ഈ 10-99 ആൾക്കാർ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങിയിട്ട് പല ആ ഗാന്ധിജിന്റെ ഒരു പ്രതിമ ഉണ്ടല്ലോ, അതിന്റെ മുന്നിലാണല്ലോ സമരം ചെയ്യല്. അതിന്റെ മുന്നിൽ ഇങ്ങനെ സമരം ചെയ്തിട്ട് ഇവര് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കഥ അത് പറഞ്ഞിട്ട് കറുത്ത തുണി മുഖത്ത് കെട്ടിയിട്ടും കറുത്ത തുണി തലയിൽ കെട്ടിയിട്ടും തോളിൽ കെട്ടിയിട്ടൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് 10-20 ആൾക്കാരും എല്ലാരും കൂടി പോയി നിൽക്കും. പക്ഷെ ആ സമയത്ത് പാസ്സാക്കേണ്ട ബില്ലുകളൊക്കെ പാസ്സാക്കി കൊണ്ട് ആൺകുട്ടി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. യാതൊരു സംശയമില്ല കാര്യത്തിലൊന്നും. അങ്ങനെ ഇവരിവിടെ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കും. അവിടെ ഇങ്ങനെ സംഗതികളും ബില്ലൊക്കെ പാസ്സാക്കാൻ അയാൾക്കറിയാം. അദ്ദേഹം അത് ചെയ്യും. അങ്ങനെ നമ്മളെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള എല്ലാ സംഗതികളും നടത്തി മുന്നോട്ട് പോകാൻ ഉള്ള ശക്തിയും കഴിവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് നടത്തിക്കൊണ്ട് ഇനിയും 5 വർഷം ശക്തിയായ ഒരു ജനാധിപത്യത്തിന്റെ ആ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഗർജനം, ആ ഒരു സ്റ്റൈല് ഓടുകൂടിയുള്ള പ്രധാനമന്ത്രിയായി ഇരിക്കട്ടെ. ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ, തെളിഞ്ഞു വിളങ്ങി ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളെ ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നാ തോന്നുന്നു. നമ്മളെ സമയം ആയിരിക്കുന്നു. നമ്മളെ ഈ ഡബിൾ ബാരലിന്റെ പ്രേക്ഷകരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്.